ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കുന്ന ആളാണോ? ആണെങ്കിൽ സാധാരണയായി എല്ലാവർക്കും കാണാൻ പറ്റാത്ത ചില പ്രത്യേക ഇൻഡിക്കേറ്ററുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അതെ, ട്രേഡിംഗ് വ്യൂവിൽ കുറച്ച് ഇൻഡിക്കേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ സെർച്ച് ചെയ്താൽ ഇതൊന്നും കിട്ടില്ല. ഒരുതരം രഹസ്യ ആയുധങ്ങൾ പോലെയാണിത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ രഹസ്യ സ്ക്രിപ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്താണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കാദ്യം അതൊന്ന് മനസ്സിലാക്കാം. ഇൻവൈറ്റ് ഓൺലി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ടൂളാണ്. സിമ്പിളായി പറഞ്ഞാൽ ഇത് പബ്ലിക് അല്ല. ഇത് ഉണ്ടാക്കിയ ആള്, അതായത് ഇതിന്റെ ഓണർ, നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് തന്നാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോ അടുത്ത ചോദ്യം, എങ്ങനെ ഈ ഇൻവിറ്റേഷൻ കിട്ടും, അല്ലേ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് നടക്കുന്നത് ട്രേഡിംഗ് വ്യൂവിന് പുറത്താണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എല്ലാം തുടങ്ങുന്നത് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആളിൽ നിന്നാണ്. അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് കാണാൻ പോലും പറ്റില്ല. ഇനി ഈ അനുവാദം കിട്ടാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. മൂന്നേ സ്റ്റെപ്പുകൾ. 1. നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ യൂസർ നെയിം അത് കൃത്യമായിരിക്കണം, അത് കണ്ടുപിടിക്കുക. 2. ഈ യൂസർ നെയിം ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആൾക്ക് അയച്ചു കൊടുക്കുക. 3. എനിക്ക് ആക്സസ് തരുമോ എന്നവരോട് ചോദിക്കുക. അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് വെക്കുക. ഇനി എന്തു ചെയ്യും? ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിൽ എവിടെ പോയാണ് ഈ സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കുക? പേടിക്കണ്ട, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ഓക്കെ, റെഡിയല്ലേ? ആദ്യം ട്രേഡിംഗ് വ്യൂ തുറക്കുക. അവിടെ മുകളില് പ്രോഡക്ട്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് സൂപ്പർ ചാർട്ട്സ് എടുക്കുക. അപ്പം നിങ്ങളുടെ ചാർട്ട് വരുമല്ലോ. ആ ചാർട്ടിന്റെ മുകളില് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ വരും. അതിനകത്ത് ഇൻവൈറ്റ് ഓൺലി സ്ക്രിപ്റ്റ്സ് എന്നൊരു ഫോൾഡർ കാണാം. ആ ഫോൾഡർ തുറന്നാൽ മതി. നിങ്ങൾക്ക് ആക്സസ് കിട്ടിയ എല്ലാ സ്ക്രിപ്റ്റുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വേണ്ട സ്ക്രിപ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ബൂം, അത് നിങ്ങളുടെ ചാർട്ടിൽ വരും. സിമ്പിൾ. ഇനിയിപ്പോ ചിലർക്കെങ്കിലും പറ്റുന്നൊരു പ്രശ്നമുണ്ട്. ഇൻവിറ്റേഷനൊക്കെ കിട്ടും, പക്ഷെ ഈ പറഞ്ഞ ഫോൾഡറിൽ സ്ക്രിപ്റ്റ് കാണില്ല. അയ്യോ, ഇനി എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇത് സാധാരണയാണ്. ഇതിന് വളരെ എളുപ്പമുള്ള ചില പരിഹാരങ്ങളുണ്ട്. അപ്പോ ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ലിസ്റ്റില് ആ സ്ക്രിപ്റ്റ് കാണുന്നില്ലേ? വിഷമിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതാണ്. ഇതിനെന്താ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. സാധാരണയായി 3 കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രശ്നം മാറും. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, നിങ്ങൾ കൊടുത്ത യൂസർ നെയിം ശരിയാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. രണ്ടാമത്, നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. മിക്കവാറും അതോടെ ശരിയാകും. എന്നിട്ടും ശരിയായില്ലെങ്കിൽ അവസാനത്തെ വഴിയാണ് ലോഗൌട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യുക. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റുപറ്റുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആൾക്ക് ഒരു യൂസർ നെയിം അയച്ചു കൊടുത്തില്ലേ? നിങ്ങളിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടും അതേ യൂസർ നെയിം തന്നെയാണോ? ഇവ രണ്ടും തമ്മിൽ ഒരക്ഷരത്തിന്റെ വ്യത്യാസം പോലും ഉണ്ടാവാൻ പാടില്ല. അത് 100% ഒന്നായിരിക്കണം. അപ്പോ എങ്ങനെയാണ് ഒരു പുതിയ ട്രേഡിംഗ് ടൂൾ നിങ്ങളുടെ ആയുധപ്പുരയിലേക്ക് ചേർക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ശരിക്കും നിങ്ങളുടെ അനാലിസിസിനൊരു പുതിയ ഡയമെൻഷൻ തരും. മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു ടൂൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാർക്കറ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കും, അല്ലേ? അങ്ങനെ നിങ്ങളുടെ അനാലിസിസിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻവൈറ്റ് ഓൺലി സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കാനുള്ള താക്കോൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ ഈ പുതിയ അറിവ് വെച്ച് മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കും കണ്ടെത്താൻ പോകുന്നത്? ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും.